നീ നെഞ്ചൊന്ന് തുറന്നാണേര്. അങ്ങനെ ഞാൻ കാണിച്ചു കൊടുക്കാറില്ല. ഇതെന്തുവാടെ ഇത്? തൊഴിലുറപ്പുകാരെ വെച്ച് ചെത്തിക്കേണ്ടി വരുമല്ലേ? അതിലത് കൂടിയന്റെ കൂടെ ഇതിനൊരു പേര് പറയും. കരടി. ഇംഗ്ലീഷിലൊരു പേര് പറയും. അതെന്തോന്നു? എന്തുവാടാ ഒരു സംസാരം? എടാ ഈ രോമം കൂടുമ്പോ ഒരു പേര് പറയുമല്ലോ. കൂടെ രാജൻ. നിന്റെ തന്ത. ധൈര്യം ഉണ്ട്, ഒന്നുകൂടെ വിളിടാ. തന്തയ്ക്കുള്ളിയൊക്കെ ഇത്ര ഇഷ്ടം. നിന്റെ തന്ത. ഒരു തവണ കേട്ടാ പോരാ. അതെ, നാളെ അവൻ പൂജയെ പ്രപ്പോസ് ചെയ്യാൻ പോവാ. എങ്ങനെ? നെഞ്ചത്ത് ഐ ലവ് യു എഴുതിയിട്ട് അവളെ മുമ്പിൽ പോയി തുറന്നു. എന്തിനാ അവളെ പേടിക്കാന്? ആണുങ്ങളെ പോലെ മുഖത്ത് നോക്കി പോയി പറടാ. ഓ, അതുകൊണ്ടാണോ നീ ആരുടെ മുഖത്ത് നോക്കി ഒന്നും പറയാത്തത്? ഐഡിയക്ക് എന്ത് കുഴപ്പം? ചാർജ് ആയില്ലേ? സ്വിച്ച് ഓഫ് ആയി. എടാ ഈ ക്രിഞ്ചി പരിപാടി ഒന്നും പെമ്പിളൊക്കെ ഇഷ്ടമല്ല. ഡയറക്റ്റ് ഡീൽ ചെയ്യണം. എന്നാ നാളെ നീയും വാ. ഞാനില്ല. നാളെ കുഞ്ഞമ്മയുടെ കൊച്ചിന് മുടി ഒഴിച്ചു. അതിനിപ്പോ അത് ജനിച്ചല്ലേ ഉള്ളു. മറ്റേ ചടങ്ങില്ലേ? അത് മുടി കളച്ചില്ലേ? അതിന് വേണം. എന്റെ പൊന്നുകുട്ടി ഇവന് കുട്ടിയെ ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടമല്ലെങ്കിൽ പെട്ടെന്ന് പറ. അയ്യോ സോറി ബ്രോ, എന്റെ സങ്കല്പത്തിലുള്ള ഒരാളല്ല ബ്രോ. കുട്ടിക്കൊക്കെ സങ്കല്പത്തിനനുസരിച്ച് ആണുങ്ങളെ കിട്ടും. എന്റെയൊക്കെ സങ്കല്പം എന്ന് പറഞ്ഞാൽ ഒരു പെണ്ണിനെ കിട്ടാറുള്ളേ. അയ്യോ ബ്രോയ്ക്ക് വിഷമം വരാൻ വേണ്ടി പറഞ്ഞതല്ല. സവാള അരിഞ്ഞിട്ട് കരയിലെന്ന് പറയില്ലേ കുട്ടി? കുട്ടിയുടെ സങ്കല്പം പറ, ഞങ്ങൾ ഇവനെ അതേപോലെ ആക്കിത്തരാം. പറ്റില്ല, അത് എന്റെ സങ്കല്പത്തിലുള്ള ആള് ഇതാ. ഇത് ബഷീറിന്റെ മോനല്ലേ? ഈ താടിയും കൂടെ പഠിച്ച അങ്ങനെയാണ്. ഇങ്ങനെ ഇരിക്കും വേണ്ട.